എനിക്ക് വളവിലാണ് പ്രശ്നം, ഇടുങ്ങിയ സ്ഥലത്താണ് പ്രശ്നം ഓടിക്കാൻ. അപ്പൊ അങ്ങനെ വരാനുള്ള പ്രാവശ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സ്റ്റിയറിംഗിന്റെ ബാലൻസോ കാര്യങ്ങളൊന്നും നമ്മൾ ഇങ്ങനെ ഒരു ബാലൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അത്രയും എനിക്ക് തിരിക്കാനുണ്ട്, വളവാണ് അത്രയും തിരിക്കേണ്ടടുത്ത് ഞാൻ എത്ര തിരിക്കണമെന്നും നമുക്കൊരു ബോധ്യവും കാര്യങ്ങളെല്ലാം കിട്ടും. കാരണം നമുക്ക് ഒരളവില്ല ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ ഇത്രയും തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ഏത് വളവിനും നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ വണ്ടി ഓടിക്കാൻ കഴിയുകയുള്ളൂ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം മുതൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസ് വരാൻ തുടങ്ങി. അതായത് ഒരു വാഹനത്തിൽ കയറി തുടക്കക്കാരൻ എന്തെല്ലാം ചെയ്തൊരു വണ്ടി എടുക്കാം, അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡ് ഗിയർ വിട്ടൊരു വാഹനം ഓടിക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ചു തന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് ആണ്. കാരണം പ്രത്യേകമായിട്ട് നമുക്കൊരു വാഹനം ഓടിക്കുന്നവർക്ക് പ്രത്യേകം വേണ്ട ഒരു കാര്യമാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ തുടക്കക്കാരെ ഒരു ബാലൻസ്, അതായത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് സെറ്റ് ഒരു വണ്ടി ഓടിക്കുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് ഇപ്പം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിങ്ങേ ആണെന്നുള്ളൂ. ഈ 10 വർഷമായിട്ട് 15 വർഷമായിട്ട് ലൈസൻസും കയ്യിലുണ്ട്, സ്വന്തം വണ്ടി വീട്ടിലും ഉണ്ട്. പക്ഷെ സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനാന്നേലും നമുക്ക് അറിവിലുള്ളവരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഒരു തുടക്കക്കാരൻ എങ്ങനെയാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എളുപ്പത്തിൽ പഠിച്ചെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇത് നിന്ന് പറയുന്നു എന്ന് കണ്ടുകൊണ്ട് നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട. നിങ്ങളും നിങ്ങളുടെ വാഹനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിപ്പോ അതിന് ശേഷം ഞാൻ ഓടിച്ച് കാണിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് പെട്ടെന്ന് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റോഡിലേക്ക് ഇറങ്ങി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് റോഡിലേക്ക് ആകുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗിൽ, പ്രത്യേകിച്ച് തുടക്കക്കാർ, ഈ വീഡിയോ വരുന്ന 90% ആൾക്കാരും ഈ സ്റ്റിയറിംഗിലേക്ക് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റിയറിംഗിലേക്ക് മുറുകെ പിടി, നമുക്ക് തന്നെ അറിയാം സ്റ്റിയറിംഗ് നമുക്ക് തിരിക്കാനാണ്. പക്ഷെ ഈ സാഹചര്യം എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ തിരിക്കേണ്ട സമയം വരുമ്പോൾ ഒരു കൈയുടെ ഒരു അളവുണ്ട് അവർക്ക്, അതിൽ കൂടുതൽ അവരുടെ കൈ തിരിയത്തില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, അവര് മുറുകെ അങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിക്കാനതിന് വരെ മുറുകെ പിടിക്കും. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് വളവുകളുണ്ട്, ആ വളവിലൂടെ പോയിട്ട് നിവർത്തേണ്ടതുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്തില്ല, ഇവരുടെ കൈ ആ വഴക്ക് കിട്ടത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ, അതായത് നല്ല ഗ്രൗണ്ടുകളിൽ പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സ്റ്റിയറിംഗിൽ, അപ്പൊ നമുക്ക് അവിടെ തട്ടാനില്ല, മുട്ടാനില്ല. അപ്പൊ എങ്ങോട്ടെങ്കിലും ഇച്ചിരി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ സാരമില്ല, എങ്ങും പോയി തട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നുണ്ടോ, ഞാൻ തിരിക്കുന്ന സമയത്ത് എത്ര സമയം കൊണ്ടാണ് വരുന്നത്, എനിക്ക് ഇവിടെയാണ് വരേണ്ടത്, അപ്പൊ ഞാൻ ഇവിടോട്ട് വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു റോഡിലൂടെ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഏത് ഭാഗത്ത് വരുമ്പോഴേ നമ്മൾ തിരിക്കാൻ തുടങ്ങിയാൽ വരുമെന്നും എത്രയും നമുക്ക് തിരിക്കേണ്ടതുണ്ടെന്നും എത്രയും തിരിക്കണമെന്നും റോഡുമായിട്ട് നമുക്കൊരു ബന്ധം കിട്ടും. കാരണം പലരും ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും ഒരു ധാരണ, ഈ വളവിന് കുറെ തിരിക്കണം, അല്ല ഇന്ന വളവിന് ഒരുപാട് തിരിക്കണം, വലിയ വളവാണ് എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ആ സംശയത്തിന് നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും. നിങ്ങൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യണം, എനിക്ക് അവിടോട്ട് വരണം, അതൊന്ന് തിരിച്ചു നോക്കുക. അവിടോട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെയാക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് നേരെയാക്കാൻ. അതേപോലെ നിങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ അതേപോലെ നോക്കണം. ആ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, തിരിക്കുന്ന സമയത്ത് എത്രത്തോളം. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്നു, ആ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നത് എത്ര സമയം കൊണ്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ തന്നെ വേണം. അല്ല നിങ്ങളുടെ അടുത്ത് പോയി ചെറിയൊരു ഗ്രൗണ്ടിലോ കാര്യങ്ങളിലോ പോയി കാരണം നിങ്ങൾക്ക് പേടി തോന്നും. കാരണം വണ്ടി എടുത്തു വന്ന് അനങ്ങി വരുമ്പോഴേ എന്ത് ചെയ്യും, വണ്ടി അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് വരുന്നുണ്ട്, നിങ്ങൾക്ക് പേടി തോന്നും. അപ്പൊ നല്ല സ്ഥലമുള്ളിടത്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ കൈ വെച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഓരോ കൈ കൊണ്ട് എന്തിനാണ് സ്റ്റിയറിംഗ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ 2 കൈ കൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കേണ്ടത്. പക്ഷെ ഓരോ കൈ കൊണ്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഗിയർ മാറാൻ വേണ്ടി നമ്മൾ പോകും. ആ സമയത്ത് ഒരു കൈയെ നമ്മുടെ സ്റ്റിയറിംഗിൽ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമുക്ക് ആ സ്റ്റിയറിംഗിൽ നമുക്ക് ഗിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി എങ്ങോട്ടെങ്കിലും നമുക്ക് ആ ഗിയർ മാറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക്
മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ലൈനിൽ കൂടെ തന്നെ, നിങ്ങൾ ഒരു ഗ്രൗണ്ടിൽ ചെന്നിട്ട് ലൈനിൽ കൂടെ തന്നെ നോക്കുക. അപ്പൊ ഈ ലൈനിൽ നിന്ന് ഞാൻ എങ്ങും പോകാതെ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വണ്ടി എങ്ങോട്ടും പോകാതെ തന്നെ എനിക്ക് ഗിയർ ഇടാൻ കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ഇടത്തെ കൈ കൊണ്ട് നിങ്ങൾ ഒറ്റ കൈ കൊണ്ടൊന്ന് ഓടിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ആ രണ്ട് കൈക്ക് ഒരു ബാലൻസ്. അപ്പൊ രണ്ട് കൈ കൊണ്ട് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്റ്റിയറിംഗിലേക്ക് കൈ നിവർത്തി പിടിക്കുക. സ്റ്റിയറിംഗിലേക്ക് നിവർത്തി പിടിച്ചാൽ, ഉദാഹരണം തന്നെ കാണിച്ചാൽ, ഇപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കുമെന്ന് പറഞ്ഞ്. നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം, 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം ആദ്യം ഞാൻ പ്രാക്ടീസ്. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇടയിലുള്ള കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതായത് ഇത് കണ്ടില്ല, ഞാൻ ഇങ്ങനെ നിങ്ങൾ കൈ നിവർത്തി പിടിക്കുക. നിവർത്തി പിടിച്ചതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ തിരിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യമേ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൈ കഴിക്കുകയും അതുപോലെ തന്നെ ഒരേപോലെ ഇങ്ങനെ തിരിഞ്ഞ് വരാതൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും. സമയത്ത് നമുക്ക് കുറച്ചു നേരം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു ബാലൻസ് ആകും. കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് തിരിക്കാൻ കഴിയും കേട്ടോ. നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തിരിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ തിരിച്ചു നോക്കുക. അപ്പൊ രണ്ട് കൈക്കും നമുക്ക് ആ ഒരു ബാലൻസ് വരും. അതിനുശേഷം നിങ്ങൾ ഒന്ന് മുൻപോട്ട് എടുത്ത് നോക്കിയിട്ട് ഒരു കൈ കൊണ്ട്, അതായത് ഇങ്ങനെ മുൻപോട്ട്. അപ്പൊ ഞാനിപ്പോ ഇത് റോഡിലാണ്. അപ്പൊ നിങ്ങൾ ഗ്രൗണ്ടിൽ ചെന്നതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഗിയറിലും പിടിച്ചോണ്ട് ഇങ്ങനെ ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നും വണ്ടി പോവുകയല്ല. ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും പോകല്ല. നമുക്ക് കൃത്യമായിട്ട് എത്രയും തിരിച്ചാൽ വരുമെന്നും പിന്നെ കൈ നിങ്ങൾ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് നിങ്ങൾ പിടിക്കരുത്. ആ പുറത്തോടെ തന്നെ ഇട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ ബാലൻസ് കേട്ടോ. അപ്പൊ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നിടം വരെ നിങ്ങൾ അങ്ങനെ തന്നെ നോക്കുന്നു. അതിനുശേഷം എന്താണ് ഇതേപോലെ ഇങ്ങനെ. അപ്പൊ നല്ല പ്ലെയിനായ സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ കൈ കൊണ്ടോ, അതുപോലെ തന്നെ ഇടത്തെ കൈ കൊണ്ടോ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ മറ്റേ കൈ മടി വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കുക കണ്ട. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ തിരിക്കുന്ന ഭാഗത്തേക്ക് വരും എന്നെല്ലാം നിങ്ങൾക്ക് ഒരു ധാരണ ബോധ്യം എല്ലാം കിട്ടും. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? നിങ്ങളെ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത, വളവുകൾ അധികം ഇല്ലാത്ത റോഡുകളിൽ ചെന്നേച്ച് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തീരത് നല്ല വളവുകൾ, എനിക്ക് വളവിലാണ് പ്രശ്നം, ഇടുങ്ങിയ സ്ഥലത്താണ് പ്രശ്നം ഓടിക്കാൻ. അപ്പൊ അങ്ങനെ വരാനുള്ള പ്രാവശ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സ്റ്റിയറിംഗിന്റെ ബാലൻസോ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ബാലൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അത്രയും എനിക്ക് തിരിക്കാനുണ്ട്, വളവാണ്, അത്രയും തിരിക്കേണ്ടടുത്ത് ഞാൻ എത്രയും തിരിക്കണമെന്നും നമുക്കൊരു ബോധ്യവും കാര്യങ്ങളെല്ലാം കിട്ടും. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ തിരക്കിനകത്തോ ഇടുങ്ങിയ സ്ഥലത്തോ വളവുകളിലോ പോയി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. നമുക്ക് അവിടെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ടാണോ ചെയ്യേണ്ടത്, കാലും കൊണ്ടാണോ ചെയ്യേണ്ടത്, നമുക്കൊരു ധാരണയും കിട്ടത്തില്ല, നമുക്കൊരു ബോധ്യം ഉണ്ടാകുകയല്ല, നമുക്കത് ബാലൻസ് കിട്ടത്തുമില്ല. നിങ്ങൾ ഇപ്പൊ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടിച്ചോണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തോ ചെയ്തതെന്നോ അല്ലെ എത്രയും തിരിച്ചെന്നോ അല്ലെ എന്താണ് അവിടെ ചെയ്യേണ്ടത്, അപ്പം തിരിക്കാതിരുന്നതെന്നോ തിരിച്ചത് എത്ര നേരെയാക്കിയെന്നോ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം പോലും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഒരളവില്ല ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ ഇത്രയും തിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഒരേ ലെവലിൽ കൂടെ അല്ലെങ്കിൽ ഒരു വീൽ പ്ലേസിൽ കൂടെ തന്നെയല്ല നമ്മൾ പലപ്പോഴും ആ ഒരു വളവുള്ളതോടെ പോകുന്നത്. ചിലപ്പോൾ അങ്ങോട്ട് മാറാം, ചിലപ്പോൾ ഇങ്ങോട്ട് മാറാം. വണ്ടിയുടെ പോക്കിനനുസരിച്ച് നമ്മൾ കൂടുതൽ തിരികെ എടുക്കുക ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് അത് ഏത് വളവിനും നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അപ്പൊ നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ നോക്കണം കേട്ടോ. അതായത് നല്ല തിരക്കില്ലാത്ത റോഡുകളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഗിയർ മാറുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് മാറുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലാത്ത റോഡുകളിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യാവൂ. അപ്പൊ അങ്ങനെ ഉള്ളിടത്തൊക്കെ പോയി നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗിയറുകൾ മാറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടികൾ തെറ്റാതെ, സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ നമുക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കി. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് കമന്റായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ ചോദിക്കാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.